സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ നോട്ട് ഇൻ HRFCS. HRFCS എന്ന് പറഞ്ഞാൽ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. ഓക്കെ, ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഈ എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആണ് എ നോട്ട്, AN, BN ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റേത്. ഓക്കെ, സോ അപ്പോൾ അതിൽ എ നോട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എ നോട്ടിൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എ നോട്ട് എന്ന് പറയുമ്പോൾ പലരും അറിയാതെ ഇങ്ങനെ പോവും അല്ലേ, 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 12 അങ്ങനെ പോകരുത്. HRFCSൻ്റെ എ നോട്ടിൻ്റെ ഫോർമുല വേണം എഴുതാൻ. ഓക്കെ, എന്താണ്? ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ആണെങ്കിൽ എ നോട്ട് ഈസ് ഡയറക്ട്ലി 2/L, 1/L പോകരുത്, തെറ്റും. 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് DX. ഈ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലേ. സോ ഇവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് L. ഓക്കെ, ഇതാണ് 0 ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മോൾ L എന്തിന് തുല്യമാണ്? സ്മോൾ L എന്ന് പറയുന്നത് ക്യാപിറ്റൽ Lന് തുല്യമാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ Lന് കൊടുക്കാൻ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനായി സ്മോൾ L ആണ്. സോ 2/small l. ഇനി ലിമിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ആക്കി കൊടുക്കണം. 0 മുതൽ L/2 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് KX പ്ലസ് L/2 മുതൽ L വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് K × L-X. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്ര എന്താണ് DX. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്തെടുത്താൽ സൊല്യൂഷനായി. അതായത് 2/L × K കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി നിർത്താം. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 0 to L/2 K × L കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. L/2 മുതൽ L വരെ KL - KX എന്നാക്കാം DX. ഓക്കെ, ഈ K ഉള്ളിലേക്ക് കൊടുത്തു, KL - KX. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L × K × ഇവിടെ എക്സിന് പകരം L/2 കൊടുക്കുക. അതായത് L/2ൻ്റെ സ്ക്വയർ /2. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 ആണ്. പ്ലസ് ഇവിടെ KL കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് മാറ്റി നിർത്തി. കോൺസ്റ്റൻ്റ് DX എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്താണ്? X ആണ്. ഓവർ ദ ലിമിറ്റ് L/2 to L. ശരിയല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ AX എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ADX എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? AX ആണ് അല്ലേ. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ്. ശരിയല്ലേ? ഇവിടെ KL കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ KL × X. ലിമിറ്റ് L/2 മുതൽ L വരെ മൈനസ് K × എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ലിമിറ്റ് L/2 മുതൽ L വരെ. ഓക്കെ, ഇനി ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ബാക്കി സിംപ്ലിഫിക്കേഷൻ നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L × സോ K × ഇവിടെ A/B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A²/B², സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക. L²/2ൻ്റെ സ്ക്വയർ 4 വരും. ബൈ എന്ത് കിടപ്പുണ്ട്? ഒരു 2 കിടപ്പുണ്ട്. പ്ലസ് ഇവിടെ KL × ശ്രദ്ധിച്ചിരിക്കണേ, KL × അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് L കൊടുക്കണം. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് L/2 കൊടുക്കണം. പ്ലസ് മൈനസ് K × അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? L കൊടുക്കണം അല്ലേ. സോ L²/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? L/2. L/2ൻ്റെ സ്ക്വയർ /2. ക്ലിയർ? ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇപ്പുറം ക്ലോസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L × K × ഇവിടെ L² ഡിവൈഡഡ് ബൈ ഈ 2ഉം 4ഉം കൂടെ ഗുണിച്ച് 8 ആകാം. ശരിയല്ലയോ? A/B/C എന്ന് പറഞ്ഞാൽ A/B × C. ഈ താഴെ കിടക്കുന്ന ആൾക്കാരെ ഗുണിക്കാൻ പറ്റും. ഇവിടെ താഴെ കിടക്കുന്ന ആൾ 4ഉം 8ഉം ആണ്. അത് 4ഉം 2ഉം ആണ്. അത് ഗുണിച്ച് 8 ആക്കാം. പ്ലസ് KL × ഇവിടെ ക്രോസ് ചെയ്യാം. 2L - L/2. ശരിയല്ലേ? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. മൈനസ് K × L²/2 മൈനസ് ഇവിടെ L²/4 ആകും. ബൈ എന്താണ്? 2.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു KL² 8 പ്ലസ് KL ഇൻറ്റു 2L നിന്ന് 1L പോയാൽ ബാക്കി ഒരു L ബൈ 2 മൈനസ് K ഇൻറ്റു L²/2 മൈനസ് ഇവിടെ നേരത്തെ സിമിലർ കേസ് അല്ലേ, L²/4/2 എന്താണ് വരിക, L²/8. L²/8 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ K നമുക്ക് ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, K ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു KL²/8 പ്ലസ് ഇവിടെ L ഇൻറ്റു L എന്താവും, L², KL²/2. ഇനി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്, മൈനസ് K ഇൻറ്റു L²/2 മൈനസ് KL²/2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് KL²/8. ഓക്കെ, സോ പ്ലസ് KL²/2 മൈനസ് KL²/2 ക്യാൻസൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/L ഇൻറ്റു ഇവിടെ KL²/8 പ്ലസ് KL²/8. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ കൂട്ടാം അല്ലേ, KL² പ്ലസ് KL². ഓക്കെ ആണല്ലോ. സോ ഇവിടെ വേണ്ടേ 2ഉം 8ഉം കൂടെ കട്ടായാൽ താഴെ 4 വരും, ശരിയല്ലേ. ഈ 2ഉം 8ഉം കൂടെ കട്ടായാൽ താഴെ 4 വരും. സോ KL² കൂട്ടിയാൽ 2 KL², ശരിയല്ലേ. എക്സ് പ്ലസ് എക്സ് 2x ആണ് അല്ലേ, തീറ്റ പ്ലസ് തീറ്റ 2θ ആണ്. KL² പ്ലസ് KL² 2KL² ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു L ഉണ്ട് ഇൻറ്റു ഒരു 4 ഉണ്ട് അല്ലേ. രണ്ട് ഈ 2ഉം 4ഉം കൂടെ കട്ടായാൽ താഴെ ഒരു 2 വരും. ഓക്കെ, ഒരു Lഉം സ്ക്വയറും കൂടെ വെട്ടാം, ശരിയല്ലോ. സോ ആൻസർ എന്താണ് വരിക, KL/2. KL/2. ബാക്കി Kയും Lഉം താഴെ 2 ഉള്ളൂ. സോ therefore A0 is equal to എന്ത് കിട്ടും, KL/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.